എല്ലാവർക്കും മേരി മാതാ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബൈബിളിലെ അതിമനോഹരമായ ഒരു കഥ കേൾക്കാം. യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യന്റെ കഥ. ആ മനുഷ്യന്റെ ഒറ്റ നിമിഷത്തെ കൂടിക്കാഴ്ചയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. ആ മനുഷ്യന്റെ പേരാണ് സക്കേവുസ്. ജെറിക്കോ പട്ടണത്തിൽ സക്കേവുസ് എന്നു പേരായ ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹം നികുതി പിരിവുകാരുടെ തലവനും വലിയ ധനികനുമായിരുന്നു. എന്നാൽ ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അദ്ദേഹം അന്യായമായി പണം സമ്പാദിച്ചതായി അവർ കരുതപ്പെടുന്നു. ഒരു ദിവസം യേശു ജെറിക്കോയിലൂടെ കടന്നുപോകുന്നു എന്ന വാർത്ത സക്കേവുസ് കേട്ടു. യേശുവിനെ കാണാൻ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ജനക്കൂട്ടം വളരെ കൂടുതലായിരുന്നു. കൂടാതെ സക്കേവുസ് ഉയരം കുറഞ്ഞ ആളുമായിരുന്നു. അതുകൊണ്ട് യേശുവിനെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചു. മുന്നോട്ട് ഓടിച്ചെന്ന് വഴിയരികിലെ ഒരു അത്തിവൃക്ഷത്തിൽ കയറി യേശു കടന്നു പോകുമ്പോൾ ഒന്ന് കാണാമല്ലോ എന്ന് അദ്ദേഹം കരുതി. യേശു വൃക്ഷത്തിന്റെ അടുത്തെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി സക്കേവുസിനെ പേരെടുത്ത് വിളിച്ചു. സക്കേവുസേ, വേഗം താഴെ ഇറങ്ങി വരിക. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കുന്നു. ഇത് കേട്ട് സക്കേവുസ് അതിയായ സന്തോഷത്തോടെ താഴെ ഇറങ്ങി യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് സ്വീകരിച്ചു. എന്നാൽ ഇത് കണ്ട ജനങ്ങൾ യേശു പാപിയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പരാതിപ്പെട്ടു. എന്നാൽ യേശുവിൻ്റെ സ്നേഹം സക്കേവുസിൻ്റെ ഹൃദയത്തെ മാറ്റി. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു നൽകുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഈ വീട്ടിലെ രക്ഷ കൈവന്നിരിക്കുന്നു. നഷ്ടപ്പെട്ടവരെ അന്വേഷിച്ചും രക്ഷിക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നറിയോ? എത്ര വലിയ തെറ്റ് ചെയ്തവരായാലും യഥാർത്ഥ മാനസാന്തരത്തോടെ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ നമ്മുടെ ജീവിതം മാറും. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവർക്കും ഒരു പുതിയ അവസരങ്ങൾ നൽകുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.